കനത്ത മഴയെ തുടർന്ന് കാട്ടകാമ്പാൽ നടുമുറിയിൽ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ഇടുന്നതിന് വേണ്ടി വെട്ടിപ്പൊളിച്ച് മണ്ണിട്ട് മൂടിയ റോഡ് ഒലിച്ചുപോയി. യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും വളരെ അപകടം വരുത്തിവെക്കുന്ന സ്ഥിതിയാണ് നിലവിൽ റോഡിനുള്ളത്. ഒലിച്ചുപോയ റോഡിൽ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. സ്കൂൾ തുറക്കാറായ സാഹചര്യത്തിൽ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് ബന്ധപ്പെട്ടവർ റോഡിന്റെ തൽസ്ഥിതി നേരിൽ കണ്ട് പരിശോധിച്ച് പൂർവ്വസ്ഥിതിയിലാക്കി തരണമെന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ ആവശ്യപ്പെട്ടു. 200 മീറ്ററോളം റോഡാണ് ജലജീവൻ പദ്ധതിക്ക് വേണ്ടി പൊളിച്ചത്. പണി കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് പണി പൂർവ്വസ്ഥിതിയിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചിരുന്നു. നിലവിലെ റോഡ് തകർന്ന വിഷയം കുന്നംകുളം വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ സംഗീതയെ ഫോണിൽ വിളിച്ച് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ ശ്രദ്ധയിൽപ്പെടുത്തി. അടിയന്തരമായി ഉടൻ സംഭവസ്ഥലം സന്ദർശിക്കണമെന്നും അവരോട് ആവശ്യപ്പെട്ടു. മാസം കഴിഞ്ഞിട്ടും റോഡിന്റെ ശോചനീയ സ്ഥിതി മാറ്റാൻ ഇടത് ജനപ്രതിനിധികളും പഞ്ചായത്ത് ഭരണാധികാരികളും അനങ്ങാപ്പാറ സ്വീകരിച്ചതിന്റെ ദുരന്തമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും ജയശങ്കർ കുറ്റപ്പെടുത്തി. റോഡ് പണി ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിന് കോൺഗ്രസ് നിർബന്ധിതമാകുമെന്നും മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ ജയശങ്കർ സൂചിപ്പിച്ചു. തിങ്കളാഴ്ച തകർന്ന റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നടപടികളെടുക്കുമെന്നും 2 ദിവസം വെയിൽ കിട്ടുന്ന മുറയ്ക്ക് ടാറിംഗ് പ്രവർത്തനം പൂർത്തിയാക്കാമെന്നും വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ അറിയിച്ചു.